ഹായ്. സോ ഡേ 1 നമ്മുടെ പേരൻറ്സ് എങ്ങനെയൊക്കെയാണ് നമ്മളെ അഫക്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കിയത്. സോ ഇന്നതിന്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ ഈ ഒരു ഇഷ്യൂസ് ഒക്കെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിനെ നോക്കാം. അതുപോലെ നമ്മുടെ പേരൻസിനെ അവരോട് എങ്ങനെ ഫോർഗീവ് ചെയ്യാം, അവരോട് എങ്ങനെ ക്ഷമിക്കാം, എങ്ങനെ ലൈഫിൽ മാറ്റം വരുത്താം. അതുപോലെ അതിന് വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കൊരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് മെഡിറ്റേഷൻ കൂടെ ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതെങ്ങനെ ഇതൊക്കെ ഓവർകം ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം വിചാരിക്കും ഇതിനെല്ലാം കാരണം നമ്മുടെ പേരൻസ് ആണ്. അവർക്ക് നമ്മളെ പാരന്റ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവർ നമ്മളോട് മോശമായിട്ട് പെരുമാറിയത് കൊണ്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ ആയത് എന്ന് നമ്മൾ മോസ്റ്റ്ലി എല്ലാവരും ബ്ലെയിം ചെയ്യാറുണ്ട്. നിങ്ങൾ കാരണമാണ് എന്റെ ജീവിതം ഇങ്ങനെ ആയത്. പലരും പേരൻസിനോട് പറയാം, ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും വിചാരിക്കാറുണ്ട്. സോ നമ്മൾ ബ്ലെയിം ചെയ്യുന്നത് അവസാനിപ്പിക്കുക. നമ്മൾ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ അവരുടെ വിക്ടിംസ് ആണ്, ശരിയാ. പക്ഷെ അവർക്ക് മുന്നുള്ള ജനറേഷന്റെ വിക്ടിംസ് ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ പേരൻസ് അവർക്ക് കൊടുത്തിരുന്ന സ്ട്രെസ്, അവരെ ജഡ്ജ് ചെയ്തിരുന്നത്, അവർക്ക് വാല്യൂ കൊടുക്കാഞ്ഞത്, റെസ്പെക്ട്, സ്നേഹം, കെയർ, പല കാര്യങ്ങളും അവർ ആഗ്രഹിച്ച പോലെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മുടെ പേരൻസ് എന്താ പറയാ, അവരുടെ ലൈഫിൽ വളരെയധികം വിഷമിക്കുന്നു, കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവർക്ക് വേണ്ട നീഡ്സ് ഒന്നും കിട്ടിയിരുന്നില്ല. സോ അവർക്ക് കിട്ടാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് അറിയാത്ത കാര്യങ്ങൾ അവർ എങ്ങനെ നമുക്ക് പറഞ്ഞു തരും, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് തരും. അതുപോലെ അവര് മോസ്റ്റ്ലി നമ്മുടെ പേരൻസിന്റെ കുട്ടിക്കാലത്തെ പറ്റിയൊക്കെ അവരോട് ചോദിക്കുമ്പോൾ മനസ്സിലാവും അവർ ഫേസ് ചെയ്തിട്ടുള്ള സ്ട്രഗിൾസ് എന്തൊക്കെയാണ്. ചിലപ്പോൾ അവരുടെ പേരൻസ് അവരെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായിരുന്നിരിക്കാം, അവരെ കുറ്റപ്പെടുത്തുക, അവരെ അപ്രൂവ് ചെയ്യുന്നില്ല, മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഈവൻ ഫാമിലിയുടെ പല പല പ്രഷേഴ്സ് കാരണം, സാമ്പത്തിക പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം, പേരൻസ് തമ്മിലുള്ള ഫൈറ്റ്, അങ്ങനത്തെ ഓരോ കാരണങ്ങൾ അവരെ പല രീതിയിൽ ബാധിച്ചിട്ടുണ്ടാവാം. അതുപോലെ അവർക്കും ക്ലാരിറ്റി ഇല്ലായിരുന്നു. പല സിറ്റുവേഷനിലും അവരും പേടിച്ചിരുന്നു, അവർക്കും കോൺഫിഡൻസ് ഇല്ലായിരുന്നു, അവർ കൺഫ്യൂസ്ഡ് ആയിരുന്നു. സോ എല്ലായ്പ്പോഴും അവർക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്ന കാര്യമാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചില കാര്യങ്ങൾ തെറ്റാണെന്ന് തോന്നിയാൽ പോലും നമ്മളെ കൊണ്ട് അത് നിർത്താൻ പറ്റുന്നുണ്ടാവില്ല. പലതും അഡിക്ഷൻസോ പാറ്റേൺസോ ആയിട്ട് മാറിയിട്ടുണ്ടാവാം. സോ അവരുടെ വിശ്വാസങ്ങൾ, ബിഹേവിയർ, തോട്ട്സ്, അതെല്ലാം അവരുടെ കുട്ടിക്കാലത്തിൽ നിന്ന് വന്നതാണ് എന്ന് നമുക്ക് നമ്മൾ ജസ്റ്റ് അവരോട് കേട്ടിരുന്നാൽ മതി. അവരോട് സംസാരിച്ചിരിക്കുമ്പോൾ കമ്പാഷനായിട്ട് ജഡ്ജ് ചെയ്യാതെ അവരെ കേട്ടിരുന്നാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അവർക്ക് ഈ വിശ്വാസങ്ങളൊക്കെ വന്നത്. അവരും സൊസൈറ്റിയുടെ പ്രഷറിലായിരുന്നു, അവരുടെ പേരൻസിന്റെ പ്രഷറിലായിരുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യണം എന്നുള്ള ഡ്രീംസും ഗോൾസും ഒക്കെ അങ്ങനെ അതിന്റെ പ്രഷറിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ക്ലാരിറ്റി ഇല്ല. അവരും അവരുടെ ബെസ്റ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുക. അതുപോലെ വേറൊരു കാര്യം നമ്മൾ ഇമ്പോർട്ടന്റ്ലി മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ചില പാഠങ്ങൾ പഠിക്കാനാണ് ഈ ലൈഫിൽ വന്നേക്കുന്നത്. സോ അതിനുള്ള പെർഫെക്റ്റ് സ്കൂളാണ് നമ്മുടെ പേരൻസ് എന്ന് വിശ്വസിക്കുക. സോ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ലൂയിസ് ഹെയ് എന്ന് പറയുന്ന ഒരു ഹീലർ ഉണ്ട്, പുള്ളിക്കാരി ഓതർ കൂടിയാണ്. സോ പുള്ളിക്കാരത്തിയുടെ യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന് പറയുന്ന ഒരു ബുക്കിൽ പുള്ളിക്കാരത്തി ഒരു ബിലീഫിനെ പറ്റി പറയുന്നുണ്ട്. സോ ഈ ഒരു കാര്യം വായിച്ചപ്പോൾ എനിക്കത് വളരെ ശരിയാണെന്ന് തോന്നി. ആൻഡ് ഇങ്ങനെ ഒരു കാര്യം വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ പേരൻസിനെ ബ്ലെയിം ചെയ്ത് നിർത്തി നമ്മുടെ ലൈഫിന്റെ കംപ്ലീറ്റ് കൺട്രോൾ നമ്മൾ ഏറ്റെടുക്കണം, ഈ പറഞ്ഞ അൺഹീൽഡ് ഇഷ്യൂസ് എല്ലാം നമ്മൾ മാറ്റണം എന്ന് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ കളയാം, അപ് ടു യു. ബട്ട് എനിക്കിത് വളരെയധികം വർക്ക് ആവുന്നതായിട്ട് തോന്നി. കറക്റ്റ് ആണോ അല്ലയോ ഐ ഡോണ്ട് ഹാവ് പ്രൂഫ്, പക്ഷേ ഇറ്റ് വർക്ക്സ്. അതുകൊണ്ട് ഞാൻ ഇത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സോ ഈ ഒരു ബിലീഫ് എന്താന്ന് വെച്ചാൽ, നമ്മൾ തന്നെയാണ് നമ്മുടെ പേരൻസിനെ ചൂസ് ചെയ്യുന്നത് എന്നാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു ആത്മാവ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ശരീരം മാത്രമല്ല, നമുക്കൊരു സോൾ ഉണ്ട്. ആ ഒരു സോൾ നമ്മുടെ ശരീരം വിട്ട് പോകുമ്പോഴാണ് നമ്മൾ വെറും ഒരു ഡെഡ് ബോഡി ആയിട്ട് മാറും, അല്ലെ? സോ നമുക്കൊരു സോൾ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു ക്വസ്റ്റ്യനും ഇല്ല. പക്ഷേ ഈ ഒരു സോൾ ഈ ഭൂമിയിൽ വന്ന് ഒരു പർട്ടിക്കുലർ പേരൻസിന് ജനിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം പീരീഡ് എപ്പോഴാണ്, ഏത് സമയത്ത്, എപ്പോ ജനിക്കണം എന്നെല്ലാം നമ്മൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്നാണ് പറയാം. കാരണം ഓരോ ലൈഫിനും ഒരു ലക്ഷ്യമുണ്ട്, ഒരു മീനിങ് ഉണ്ട്. നമ്മളെല്ലാവരും ഈ ഒരു ജന്മത്തിൽ പഠിക്കേണ്ടതായിട്ടുള്ള ചില പാഠങ്ങൾ, ചെയ്യേണ്ടതായിട്ടുള്ള ചില കർമ്മങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. സോ ഇതൊരു സ്പിരിച്വൽ കൺസെപ്റ്റ് ആണ്. സോ ഈ ഒരു സ്പിരിച്വൽ എവല്യൂഷണറി പാത്ത്, ഈ ഒരു ജേർണിയിൽ നമ്മൾക്ക് എന്തൊക്കെ ഇഷ്യൂസ് ആണോ ഹീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ പഠിക്കേണ്ടത്, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പേരൻസിന്റെ അടുത്താണ് നമ്മൾ വന്ന് ജനിക്കുന്നത്. ആൻഡ് നമ്മൾ തന്നെയാണ് നമ്മുടെ ജെൻഡർ, കളർ, കൺട്രി, ഈവൻ നമ്മുടെ പേരൻസ് എല്ലാത്തിനെയും സെലക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ നമ്മുടെ പേരൻസിനെ വലുതാവുമ്പോൾ കുറ്റം പറയാറുണ്ട്, നിങ്ങൾ കാരണമാണ് ഞാൻ അനുഭവിക്കുന്നത്. പക്ഷെ നമ്മളാണ് അവരെ ചൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ ബ്ലെയിമിങ് നിർത്താൻ പറ്റും. അതുപോലെ തന്നെ
നമ്മൾ എന്തായിരുന്നു ആ പഠിക്കേണ്ടിയിരുന്ന പാഠം, എന്ത് മാറ്റമായിരുന്നു നമ്മൾ വരുത്തേണ്ടത്, എന്താണ് നമ്മൾ എന്തൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ലൈഫിന്റെ ലക്ഷ്യം, ഇതെല്ലാം നമുക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതായിട്ട് മാറും പിന്നീട് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ പേരൻസ് ആരായിക്കോട്ടെ, എന്തായിക്കോട്ടെ, എന്തൊക്കെ ട്രോമകൾ പ്രശ്നങ്ങൾ അവർ നമുക്ക് തന്നിട്ടുണ്ടായിക്കോട്ടെ, അതിനെല്ലാം ഒരു റീസൺ ഉണ്ട്. നമ്മൾ എന്തോ ഓവർകം ചെയ്യണമായിരുന്നു, നമ്മൾ സ്ട്രോങ് ആവണമായിരുന്നു, നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യണമായിരുന്നു, നമുക്ക് സെൽഫ് ലവ് വേണമായിരുന്നു. സോ സംതിങ് എന്തൊക്കെയോ കാര്യങ്ങൾ അവർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. സോ അതെന്താണ് എന്ന് നിങ്ങൾ അന്വേഷിച്ചു തുടങ്ങാം. സോ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഫൈനലി എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ ഫസ്റ്റ് റിയലൈസ് ചെയ്യുക നിങ്ങളുടെ പേരൻസ് എന്തൊക്കെ ഇഷ്യൂസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, ഏതൊക്കെ രീതിയിലാണ് നിങ്ങളെ അഫക്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് അത് മനസ്സിലാക്കിയ ശേഷം അത് റിലീസ് ചെയ്യാം. ഉദാഹരണത്തിന് എന്നെ നമ്മുടെ പേരൻസ് നമ്മളെ സ്നേഹിച്ചില്ല, അപ്പൊ അതിൽ നമ്മൾ വിശ്വസിക്കുകയാണ് എന്നെ ആർക്കും സ്നേഹിക്കാൻ പറ്റില്ല, എന്നെ സ്നേഹിക്കാൻ കൊള്ളില്ല, അപ്പൊ എന്നുള്ളൊരു വിശ്വാസത്തിലോട്ടാണ് നിങ്ങൾ വന്നതെങ്കിൽ മനസ്സിലാക്കുക, ഇതെന്റെ പേരൻസ് എന്നെ സ്നേഹിക്കാത്തതുകൊണ്ട് എനിക്ക് വന്നൊരു വിശ്വാസമാണ്, ഈ വിശ്വാസം ഞാൻ മാറ്റണം, എന്നെ സ്നേഹിക്കാൻ പറ്റും ആളുകൾക്ക്, ഞാൻ സ്നേഹം അർഹിക്കുന്ന ഒരാളാണ്. സോ അങ്ങനെ ഓരോരോ ബിലീഫിനെയും നമ്മൾ മാറ്റി മാറ്റി വരണം, നമ്മൾ ഡീപ്പായിട്ട് ഇതിൽ വർക്ക് ചെയ്യാം. ഡോണ്ട് വെറി. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റൻഷൻ നിങ്ങൾ സെറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ പേരൻസിനോട് നിങ്ങൾ ക്ഷമിക്കുക. അവര് അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റ് എല്ലാത്തിനും നമ്മൾ ക്ഷമിക്കുക. ആൻഡ് അവര് കാരണം നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു ലൈഫിൽ. സോ ആ പഠിച്ച പാഠങ്ങൾ പഠിക്കാൻ തയ്യാറാവുക, മാറാൻ തയ്യാറാവുക നമ്മുടെ ലൈഫിനെ. അവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കത്തുള്ളൂ. ഒരുപാട് റീസൺസ് ഉണ്ട് അവരെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി. പക്ഷെ അതും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കുകയുള്ളൂ. ഇൻസ്റ്റെഡ് ടേക്ക് ചാർജ് ഓഫ് യുവർ ലൈഫ്, മാറാൻ തയ്യാറാവുക. ഇനിയെങ്കിലും നമ്മൾ ആക്ഷൻസ് എടുത്ത് തുടങ്ങുക, അതിനുള്ളൊരു ഇന്റൻഷൻ സെറ്റ് ചെയ്യാം. സോ നമുക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ് മെഡിറ്റേഷൻ ചെയ്യാം. സോ ഇതിന് വേണ്ടിയിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് കാം ആയിട്ട് ഇരിക്കുക, കണ്ണടയ്ക്കുക, എന്നിട്ട് കുറച്ച് ഡീപ് ബ്രെത്ത്സ് എടുക്കുക. ഒരു 2-3 ഡീപ് ബ്രെത്ത്സ് എടുക്കുക. അതിൽ എക്സ്ഹെയിൽ ചെയ്യുന്നത് കൂടുതൽ സമയം എടുത്ത് ചെയ്യാം. അതുപോലെ നമ്മൾ ഓരോ തവണ ശ്വാസം എടുത്തിട്ട് വിടുമ്പോഴും നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി, ആ ഒരു ചൂട് ശ്വാസത്തിന്റെ ഒപ്പം നമ്മുടെ ഉള്ളിലെ പല പല നെഗറ്റിവിറ്റീസും പുറത്തേക്ക് പോകുന്നതായിട്ടും നമ്മുടെ ബോഡി കൂടുതൽ കൂടുതൽ റിലാക്സേഷനിലോട്ട് പോകുന്നതായിട്ടും ഇമാജിൻ ചെയ്യാം. അങ്ങനെ ഒരു 2-3 ബ്രെത്ത്സ് എടുത്ത ശേഷം നിങ്ങളെ തന്നെ ഒരു കുഞ്ഞു കുട്ടിയായിട്ട് നിങ്ങൾ മനസ്സിൽ കാണുക. ഒരു ചെറിയ കുട്ടി, നിങ്ങളുടെ കുട്ടിക്കാലം നിങ്ങൾക്ക് ആലോചിക്കാം. ഇപ്പൊ ഞാനാണെങ്കിൽ അനഖയാണ്, നിങ്ങളുടെ പേര് പോലെ തന്നെ, നിങ്ങളുടെ പേര് വെച്ച് തന്നെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. ഞാൻ അനഖയാണെങ്കിൽ ഞാൻ കുട്ടി അനഖ ഇമാജിൻ ചെയ്യും. സോ നിങ്ങൾക്കും അങ്ങനെ നിങ്ങളുടെ ആ ഒരു കുട്ടിക്കാലത്തിന് ഇമാജിൻ ചെയ്യാം. ആ ഒരു കുട്ടി നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. ആ കുട്ടിയുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക, ആ കുട്ടിയുടെ കണ്ണുകളിലേക്ക് നിങ്ങൾ നോക്കുക. സോ എന്താണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്? സന്തോഷമാണോ, സങ്കടമാണോ, പേടിയാണോ, കൺഫ്യൂഷൻ ആണോ, എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ആണോ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ആ കുട്ടിയുടെ കുഞ്ഞു നാളില്, കുട്ടിക്കാലത്തില് മിസ് ചെയ്തിരുന്ന പല പല കാര്യങ്ങളുണ്ട്. അത് സ്നേഹമാകാം, കെയർ ആവാം, റെസ്പെക്റ്റ് ആവാം, അറ്റൻഷൻ ആകാം, സമയമാകാം, മറ്റുള്ളവരിൽ നിന്നൊക്കെ ആഗ്രഹിച്ച പലതും, എന്നാൽ ആ കുട്ടിക്ക് കിട്ടാതെ പോയ പല കാര്യങ്ങളും. അതുപോലെ ആ കുട്ടി ഒരുപാട് പേടിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം, കൺഫ്യൂസ്ഡ് ആയിരുന്നിരിക്കാം, എന്ത് ചെയ്യണം എന്നറിയാതെ സ്റ്റക്കായി നിൽക്കുമായിരുന്നിരിക്കാം, ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയിലായിരുന്നിരിക്കാം, എന്ത് ചെയ്യണം എന്നറിയാണ്ടിരിക്കായിരുന്നിരിക്കാം. സോ ആ കുട്ടി എന്തൊക്കെയാണോ കുഞ്ഞുനാളിൽ മിസ് ചെയ്തിരുന്നത്, അതെല്ലാം ഇന്ന് നിങ്ങൾ വലുതായി ഈ ഒരു ഏജിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ആ കുട്ടിക്ക് കൊടുക്കുക. ആ കുട്ടി മിസ് ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും, സ്നേഹം, സന്തോഷം, സമാധാനം, സേഫ്റ്റി, സെക്യൂരിറ്റി, റെസ്പെക്ട്, അറ്റൻഷൻ, ടൈം, അതെല്ലാം ആ കുട്ടിക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ആ കുട്ടിയെ നിങ്ങൾ തന്നെ ഹഗ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ആ കുട്ടിയുടെ മുഖത്ത് ആ കണ്ണിലുള്ള വിഷമങ്ങൾ, കൺഫ്യൂഷൻ, പേടി, അതെല്ലാം മാറി ആ കുട്ടി ചിരിക്കുന്നതായിട്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. അങ്ങനെ നിങ്ങളുടെ സ്നേഹം, കെയർ എല്ലാം കൊടുത്ത് നിങ്ങൾ ആ കുട്ടിയെ സന്തോഷിപ്പിച്ചു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ആ കുഞ്ഞു കുട്ടി നിങ്ങളുടെ കൈവെള്ളയിൽ ഇരിക്കുന്ന അത്ര ഒരു വലിപ്പത്തിലായിട്ട് ഇമാജിൻ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുത്തു വെക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. സോ ആ കുട്ടി ഹാപ്പിയാണ്. സോ നിങ്ങൾ താഴേക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ആ കുട്ടിയെ കാണാം. എപ്പോഴൊക്കെ ആ കുട്ടിയുടെ മുഖത്ത് സന്തോഷമില്ല, വിഷമാണ്, ടെൻഷൻ അല്ലെങ്കിൽ പേടി, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്നേഹം, കെയർ എല്ലാം ആ കുട്ടിക്ക് ഓഫർ ചെയ്യാം. നിങ്ങൾ ഉണ്ട് കൂടെ, എന്ത് പ്രശ്നമാണെങ്കിലും കുഴപ്പമില്ല. എന്ത് മിസ്റ്റേക്സ് ഇതുവരെ ചെയ്തു പോയിട്ടുണ്ടോ അതൊന്നും സാരമില്ല. എന്ത് തെറ്റ് വന്നാലും ഒരു കുഴപ്പമില്ല. എല്ലാ കാലത്തും നമ്മൾ ആ കുട്ടിക്ക് കൂടെയുണ്ട്. നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. നമ്മൾ ആ കുട്ടിക്ക് എല്ലാം വേണ്ടതെല്ലാം കൊടുക്കും എന്ന് പ്രോമിസ് ചെയ്ത് ഹാപ്പി ആക്കി വെക്കുക ആ കുട്ടിയെ.
ഇതിനുശേഷം നിങ്ങളുടെ അമ്മ ഇതേപോലൊരു കുഞ്ഞു കുട്ടിയായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. സോ നിങ്ങളുടെ അമ്മയുടെ കണ്ണിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ കണ്ടതുപോലെ അമ്മയുടെ കണ്ണിലും എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? വിഷമങ്ങളാണോ, വേദനകളാണോ, പ്രശ്നങ്ങളാണോ, പേടിയാണോ, കൺഫ്യൂഷൻ ആണോ? അങ്ങനെയുള്ള എല്ലാ നെഗറ്റീവ് ഫീലിങ്സും ആ കണ്ണിൽ എന്താണുള്ളതെന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കുക, ആ നിങ്ങളുടെ അമ്മ എന്ന് പറയുന്ന ആ വ്യക്തി കുട്ടിക്കാലത്തിൽ അനുഭവിച്ച ഒറ്റപ്പെടൽ, വേദനകൾ, വിഷമങ്ങൾ, പ്രശ്നങ്ങൾ, ഇതെല്ലാം കൊണ്ടാണ് ആ കുട്ടി ഇങ്ങനെ ആയത് എന്നുള്ള നിങ്ങളുടെ അമ്മയായിട്ട് മാറിയത് എന്ന് മനസ്സിലാക്കാം. ആ കുട്ടിക്കും എന്തൊക്കെയാണോ മിസ് ചെയ്തിരുന്നത്, സ്നേഹമാവാം, കെയർ ആവാം, റെസ്പെക്റ്റ് ആവാം, അതെല്ലാം നിങ്ങൾ കൊടുക്കും എന്ന് പ്രോമിസ് ചെയ്യാം. സേഫ്റ്റി ആകാം, സെക്യൂരിറ്റി ആകാം, ഫ്രീഡം ആകാം, എന്ത് തന്നെയായാലും അത് നിങ്ങൾ ഇന്ന് കൊടുക്കും എന്ന് ഉറപ്പിക്കുക. ആ കുട്ടിയെ സന്തോഷിപ്പിക്കുക. അതുപോലെ ആ കുട്ടിയെ കൈവെള്ളയിൽ ഒതുക്കുന്ന വലുപ്പത്തിലാക്കി നിങ്ങളുടെ ഹൃദയത്തിൽ പ്ലേസ് ചെയ്യാം. ഇനി നിങ്ങളുടെ അച്ഛനെ സങ്കല്പിക്കുക. നിങ്ങളുടെ അച്ഛന്റെ കുട്ടിക്കാലത്തുള്ള ഒരു കുഞ്ഞു കുട്ടിയായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതായിട്ട് ആ വ്യക്തിയുടെ കണ്ണിൽ, ആ കുഞ്ഞിന്റെ കണ്ണിൽ കാണുന്ന നിസ്സഹായാവസ്ഥ, ടെൻഷൻ, പേടി, ഇൻസെക്യൂരിറ്റീസ്, മറ്റുള്ളവരിൽ നിന്ന് ഫേസ് ചെയ്യേണ്ടി വന്ന പ്രശ്നങ്ങൾ, ക്ലാരിറ്റി ഇല്ലായ്മ, അതെല്ലാം നിങ്ങൾ ഒരു നിമിഷം ഒന്ന് നോക്കിക്കാണുക. അതിനുശേഷം ആ ഒരു കുഞ്ഞുകുട്ടി കുഞ്ഞുനാളിൽ മിസ് ചെയ്തിരുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം സ്നേഹം കൊടുക്കുക, കെയർ കൊടുക്കുക, ഹെൽപ്പ് കൊടുക്കുക, അക്സെപ്റ്റൻസ് കൊടുക്കുക, റെസ്പെക്ട് കൊടുക്കുക, അപ്രീസിയേഷൻ കൊടുക്കുക. സോ എന്തൊക്കെയാണോ ആ കുട്ടി മിസ് ചെയ്തിരുന്നത് അതെല്ലാം നിങ്ങൾ ഇന്ന് കൊടുക്കുക നിങ്ങളുടെ അച്ഛന് വേണ്ടിയിട്ട്. സോ ആ ഒരു കുട്ടിയുടെ മുഖത്തും ഉള്ള വിഷമങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറി നിങ്ങളുടെ ആ ഒരു അച്ഛന്റെ ചെറുപ്പകാലം ആ കുഞ്ഞും സന്തോഷിക്കുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യാം. അതിനുശേഷം ആ കുഞ്ഞിനെ നിങ്ങളുടെ കൈവെള്ളയിലാക്കി നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പ്ലേസ് ചെയ്യാം. നിങ്ങളുടെ അച്ഛനും അമ്മയും ഇന്നുള്ള നിങ്ങളുടെ അച്ഛനും അമ്മയായിട്ട് മാറിയിരിക്കുന്നത്, അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അവർ നമ്മളെ പല രീതിയിൽ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്തിട്ടുള്ള രീതികൾ, അതെല്ലാം അവരുടെ ഉള്ളിൽ ആ ഒരു കുഞ്ഞു കുട്ടി അനുഭവിച്ച പ്രശ്നങ്ങളാണ്. അവർക്കില്ലാത്ത ക്ലാരിറ്റിയാണ്, അവർക്ക് കിട്ടാതെ പോയ കാര്യങ്ങളാണ്, അവരാഗ്രഹിച്ച പലതുമാണ്, അവരർഹിച്ച പലതുമാണ്, പക്ഷെ അവർക്ക് കിട്ടാണ്ട് പോയ പല പല കാര്യങ്ങളാണ് ഇന്ന് അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കി അവർ തന്നെ അവരുടെ ക്ലാരിറ്റി ഇല്ലായ്മയിൽ നിന്ന് അവർ കണ്ടെത്തിയ പല മാർഗങ്ങളുമാണ്, പല തെറ്റായ രീതികളിലുമാണ് അവരിന്ന് ഇരിക്കുന്നത്. അവരുടെ ഉള്ളിൽ ഇപ്പോഴും അന്നും ഇന്നും എല്ലാം ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നിങ്ങൾ മാറ്റി നിങ്ങൾ അവരെ മനസ്സിലാക്കി അവർക്ക് വേണ്ട സ്നേഹം, അറ്റൻഷൻ, കെയർ എല്ലാം കൊടുത്ത് ശ്രമിച്ച് നിങ്ങൾ അവരെ രണ്ടുപേരെയും നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്, നിങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. സോ ഈ 3 വ്യക്തികളും സന്തോഷിക്കുന്നതോടുകൂടി നിങ്ങളുടെ ഫാമിലിയുടെ, നിങ്ങളുടെ ചൈൽഡ്ഹുഡ്, എൻ്റയർ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നൊരു ഹാപ്പി ചൈൽഡ്ഹുഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യാണ്. നിങ്ങൾക്ക് 3 പേർക്കും കിട്ടാതെ പോയ എല്ലാ കാര്യങ്ങളെയും മാറ്റാണ്. ആ ജനറേഷൻസ് ആയിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ ഇന്ന് റീപ്ലേസ് ചെയ്ത് സന്തോഷത്തിലേക്ക് നമ്മൾ ഈ മൊമെന്റിൽ ഇനി മുതൽ സന്തോഷത്തെയാണ് നമ്മൾ എംബ്രേസ് ചെയ്യുന്നത്. സന്തോഷമായിട്ടാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ ഹീൽ ചെയ്ത് മുന്നോട്ട് പോവാണ് എന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ആ മെഡിറ്റേഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു ഡീപ് ബ്രെത്ത് എടുക്കുക, കണ്ണു തുറക്കുക. സോ നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരുന്നു ഞാൻ ഇമാജിൻ ചെയ്യുന്നു. എന്ത് തന്നെയും നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ പേരൻസിനെ ക്ഷമിക്കാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഐ ഹോപ്പ് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്. ഇത് കൂടുതലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോണ്ട് വെറി, നമ്മൾ 1-to-1 സെഷൻസിൽ അതൊക്കെ അഡ്രസ് ചെയ്യുന്നതാണ്. എനിവേ അപ്പൊ അത്രയാണല്ലോ മെഡിറ്റേഷൻ. ഇന്നത്തെ സെഷൻ അതോടുകൂടി കഴിയാണ്. താങ്ക് യു.